ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം കൃപയിൽ മുതിരുവാനുള്ള കാത്തിരിപ്പ്. അതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്നത്തെ ഏവൻഗേലിയനായി നിശ്ചയിച്ചിട്ടുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ബാലനായ യേശു തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് പിതാവിന് പൂർണ്ണമായും തന്നെ സമർപ്പിക്കുകയും ദൈവിക കൃപയും ജ്ഞാനവും അനുഭവിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ദൈവസന്നിധിയിലോട്ട് കടന്നു വന്ന് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുവാനുള്ള ആഹ്വാനമാണ്. എന്നാൽ അതിന് വിലങ്ങുതടിയാകുന്ന അനേകം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിൽ കൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒന്നാം മനുഷ്യന്റെ കാലം മുതലേ ഉള്ളതാണ്. വിലക്കപ്പെട്ട കനി പറിച്ച് തിന്ന് ജ്ഞാനം പ്രാപിക്കുവാനുള്ള പ്രലോഭനം. ഒന്നാം മനുഷ്യന്റെ ഈ പ്രലോഭനങ്ങളാണ് ഈ 21-ാം നൂറ്റാണ്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിലക്കപ്പെട്ട കനിയോടുള്ള അഭിനിവേശം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. സർവശക്തനായ ദൈവത്തിന് അല്പജ്ഞനായ മനുഷ്യൻ തന്നെ കീഴ്വഴക്കി കൊടുത്ത് അവൻ്റെ വഴികളിൽ കൂടെ നടക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ദൈവകൃപ അനുഭവിപ്പാൻ കഴിയുള്ളൂ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ, ഏതോ ഒരു രോഗം പൗലോസ് അപ്പോസ്തലനെ ബാധിച്ചിരുന്നു. ഈ രോഗം എന്തെന്ന് വചനത്തിൽ പറഞ്ഞിട്ടില്ല. അത് തന്നെ വിട്ടു നീങ്ങേണ്ടതിന് ദൈവസന്നിധിയിൽ 3 വട്ടം പ്രാർത്ഥിച്ചതായി നാം കാണുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിറവേറ്റുവാൻ തടസ്സമായി തോന്നിയ രോഗം മാറുവാനാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. എന്നാൽ കർത്താവ് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന്. ഇവിടെ പൗലോസ് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് രോഗം തന്നത് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം ഞാൻ വെളിപാടുകളുടെ ആധിക്യത്താൽ നശിച്ചു പോകാതിരിക്കുന്നതിന് എന്ന്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉദ്ദേശിച്ച രീതിയിൽ മറുപടി ലഭിക്കാതിരുന്നത് കൊണ്ട് ദൈവകൃപയുടെ മാഹാത്മ്യം പൗലോസ് തിരിച്ചറിയുന്നു. ഈ നോമ്പിൻ്റെ നാളുകളിൽ മത്സ്യമാംസാദികൾ പോലുള്ള രുചികരമായ ഭക്ഷണങ്ങൾക്കും ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്കും പ്രാധാന്യം നൽകാതെ ആത്മീകമായ പാതയിലോട്ട് കടന്നു വരുവാൻ സാധിക്കണം. ഈ ലൗകിക സുഖം ആസ്വദിക്കുന്നതിനപ്പുറമായി ദൈവികമായ ചൈതന്യത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിക്കുവാനും നന്മയുടെയും സത്യത്തിൻ്റെയും പാതയിൽ കൂടെ ദൈവകൃപ അനുഭവിപ്പാനും സാധിക്കുകയുള്ളൂ. പള്ളിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരാകാതെ കൂടെയുള്ള ദൈവത്തെ കൂടെ കൊണ്ട് നടക്കേണ്ടത് നമ്മുടെയൊക്കെയും ആവശ്യമാണ്. എന്നാൽ ഈ ദൈവത്തെ ഇന്ന് നാം മറന്നു പോകുന്നു. സ്നേഹം, നീതി, സാഹോദര്യം എന്നീ മൂല്യങ്ങളും മുറുകെ പിടിച്ച് മുന്നേറിയ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാകണം ഈ നോമ്പുകാലം. ജീവിതത്തിൽ പ്രലോഭനങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെട്ടു പോകാതെ ദൈവകൃപയുടെ തണലിൽ അഭയം തേടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ.